ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. രാവിലെ വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാം. അതുപോലെ ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് റെസിപ്പി കൂടിയാണ് ഈ എഗ് റൈസ്. ഈ എഗ് റൈസും എഗ് ഫ്രൈഡ് റൈസും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വീഡിയോനകത്ത് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നോക്കണം കേട്ടോ. മുട്ടച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ അരി തന്നെയാണ് വേണ്ടത്. ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാടൊന്നും വേണ്ട ആവശ്യമില്ല. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാടൊന്നും വേണ്ട ആവശ്യമില്ല. 2 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത് കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് അരി അളന്നെടുത്തതൊക്കെ. എന്നിട്ട് വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ ചോറൊക്കെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അപ്പോഴാണല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് കിട്ടുക. അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ തലേദിവസം ഇതുപോലെ ചോറ് റെഡിയാക്കിയിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പി ആകും സ്കൂളിലൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ. അല്ലാണ്ട് നമ്മൾ ഉച്ചത്തേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാവിലെ ഇതെല്ലാം കൂടി റെഡിയാക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ചോറ് ആദ്യം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ചോറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോപാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് മുട്ടച്ചോറ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാന് ചൂടാക്കാം. ഞാൻ ഇൻഡാലത്തിൻ്റെ ചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ചട്ടിയിലൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഇതുപോലത്തെ റൈസ് റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആവും. അപ്പോൾ നമ്മുടെ ഈ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു സ്പൈസ് പൗഡർ വേണം. അതിനായിട്ട് 1 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 2 തണ്ട് കറിവേപ്പില, ഇത് 3ഉം കൂടി ഒന്നങ്ങോട്ട് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ഈ ഒരു പൗഡറാണ് നമ്മൾ ഈ ഒരു എഗ് റൈസിലോട്ട് മെയിനായിട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മൾ എഗ് ഫ്രൈഡ് റൈസും എഗ് റൈസും കൂടി ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എഗ് ഫ്രൈഡ് റൈസിലോട്ട് നമ്മൾ സോസൊക്കെ ചേർക്കും, സോയ സോസൊക്കെ ചേർക്കും. ഈ എഗ് റൈസിലോട്ട് നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല, സോസൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു സ്പൈസ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഒന്നുകൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചൂടാറിയ ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കാനാണ്. ഇനി ആ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒന്നുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് ഒരു സവോള, വലിയ സവോള എടുത്തിട്ടുള്ളത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. സവോള ചോപ്പ് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിതൊക്കെ ഹൈ ഫ്ലെയിമിലാട്ടോ ചെയ്യുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വെള്ളം ഇറങ്ങിയ പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഡ്രൈ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മുടെ റൈസിന്. അപ്പോൾ ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട, അതില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലോട്ട് ഞാൻ 5 മുട്ടയാണ് ചേർക്കുന്നത്. ശരിക്കും 1 കപ്പ് അരിയിലോട്ട് നമുക്ക് 3 മുട്ട വേണം. ഞാനിപ്പം 5 മുട്ട ചേർത്തിട്ടുള്ളൂ. ഇവിടെ അത്ര ഉണ്ടായിരുന്നുള്ളൂ, ഒരെണ്ണം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചേർക്കുമ്പം 6 മുട്ട ചേർക്കണം കേട്ടോ. ഇത് എഗ് റൈസ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ മുട്ട കൂടുതലായിരിക്കണം. അപ്പം മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് നേരെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചിക്കി എടുക്കണം കേട്ടോ. അത് ചെറിയ ഫ്ലെയിമിലൊന്നും വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചിക്കി എടുക്കണം. അതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരണം. പിന്നെ അതിങ്ങനെ കരിഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലത്തെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മുട്ട നന്നായിട്ട് ഇങ്ങനെ ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കിയൊക്കെ ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കുക. ഇതിലോട്ടല്ല ചേർക്കാനുള്ളത്, ചോറിട്ട ശേഷമാണ് ഇത് ചേർക്കാനുള്ളത് കേട്ടോ. അപ്പോൾ പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് അങ്ങനെ വല്ലാണ്ട് ടേസ്റ്റിൽ കളറൊന്നും മാറണ്ട, ടേസ്റ്റും മാറണ്ട. ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കുക. വേവിച്ച് വെച്ചുള്ള ചോറിട്ട് കൊടുക്കുക.
എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൗഡർ ചേർക്കുന്നത്. അപ്പം എഗ് ഫ്രൈഡ് റൈസും ഈ ഒരു എഗ് റൈസും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ടേസ്റ്റിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ടേസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ആ ഒരു സ്പൈസ് പൗഡർ ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർഫുള്ളാണ്. പിന്നെ സോസ് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പം ഞാൻ ആ ഒരു സ്പൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മൊത്തത്തിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് അരിയിലോട്ട് നമുക്കത് മൊത്തം വേണം. ഇത് മാത്രം നമ്മളിതിലോട്ട് സ്പൈസ് പൗഡറായിട്ട് ചേർക്കുന്നത്. പിന്നെ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ അധികം ചേർത്തിട്ടില്ല, കുട്ടികളൊക്കെ കഴിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കുരുമുളക് അധികം ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടച്ചോറ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ചോറൊക്കെ ഓൾറെഡി കുക്കായതുകൊണ്ട് നമുക്കധികം കുക്കാക്കാനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. അതുപോലെ ഉച്ചയ്ക്കൊക്കെ കറികളൊന്നുമില്ല, പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ ആണെങ്കിൽ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. പിന്നെ ഇതിലോട്ട് ക്യാബേജൊക്കെ നിങ്ങൾക്ക് നമ്മൾ ക്യാരറ്റ് ഇടുന്ന സമയത്ത് ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ അതും ഇവിടെ സ്റ്റോക്കില്ലായിരുന്നു. അപ്പോൾ ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുട്ട മാത്രം മതി. മുട്ട കുറച്ച് അധികം എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.